നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം കേട്ടോ. അതിന് മുൻപായിട്ടേ നാരായണീയമൊക്കെ എല്ലാവരും എഴുതുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ നാരായണീയം എഴുതി തുടങ്ങിയിട്ട്. ഇതേപോലെ ഒരു ഞായറാഴ്ചയാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, മാർച്ച് 15-ാം തീയതി. ഇപ്പോൾ 3ാമത്തെ ഞായറാഴ്ച ആയിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ദശകം 15 വരെയാണ് എഴുതി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, 15ാമത്തെ ദശകം എത്താത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ 1-2 ദശകങ്ങളൊക്കെ കൂട്ടി എഴുതിയിട്ട് 15 വരെ എഴുതി അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പത്തിനൊപ്പം നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ മുടങ്ങിക്കിടക്കുന്നവരൊക്കെ ആ മുടങ്ങിയതെല്ലാം കൂട്ടി എഴുതിയിട്ട് ഒപ്പത്തിന് എത്താനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നാരായണീയം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുക. വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും എഴുതാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. അപ്പോൾ അതാണ് നാരായണീയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അലങ്കാരം പറയാം കേട്ടോ. ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം പറയാം. ഇന്നലെ ദാമോദരനായിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. ഒരു കയ്യിൽ വെണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട്, അരയിൽ ഓടക്കുഴിലൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്, ഒരലിന്മേ കെട്ടിയിട്ടിരിക്കുക ഭഗവാനെ. കുറുമ്പ് കൂടിയിട്ടേ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട് കേട്ടോ. അരുണാപീഠി എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തയാണ്. ഇന്ന് ദാമോദരനായിട്ടായിരിക്കും ഭഗവാൻ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരുണയുടെ അടുത്ത് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം. ഇന്ന് മാർച്ച് 29-ാം തീയതി ഞായറാഴ്ചയാണ്, ഏകാദശിയും കൂടിയാണ്. ഏകാദശിയൊക്കെ എല്ലാവരും തോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് ഭഗവാൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ചൂടായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.